ഹലോ സുഹൃത്തുക്കളെ, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ വീഡിയോയിലൊക്കെ വന്നിട്ട് ഓരോ തിരക്കിലും ഇതൊക്കെ ആയിട്ട് വീഡിയോയിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, ഓരോ തിരക്കിലായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ TK കോളനി ഒരു ട്രിപ്പ് അടിച്ചാണ് ഞായറാഴ്ച. കൂട്ടുകാരൊക്കെ കൂടി ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ കൊണ്ട് അങ്ങനെ പോയതാണ്. TK കോളനി നമ്മളെ ഫേമസ് സ്ഥലമായ ഒളർവട്ടം, അതാണ് അവിടേക്ക് കറക്റ്റ് സ്പോട്ട് കേട്ടോ. ആ വാലിൽ കൂടെ അങ്ങനെ ഒലിച്ചിറങ്ങുന്ന സ്ഥലമാണല്ലോ, അവിടെയാണ്. അപ്പോൾ ഭാവിയും കുട്ടികളൊക്കെ ബൈക്കുമ്മലുണ്ട്, യാസർ മുന്നിലുണ്ട് ബൈക്കുമ്മ. അതേപോലെ പെണ്ണുങ്ങളൊക്കെ ഞാൻ കാറിലും കയറ്റിയാണ്ട് ഓലയും കൊണ്ട് ഞാനും ഉണ്ട്. ഭക്ഷണമൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പാകം ചെയ്ത് കൊണ്ടുപോയിക്കണ്ടോ. അത് നമ്മളെ ഇവിടുന്ന് വെപ്പിച്ച് പാർസൽ വാങ്ങി കൊണ്ടുപോവാണ്. ഫുഡൊക്കെ ചെമ്പ് കയറ്റി പിന്നെ ബിരിയാണി ചെമ്പ് വിട്ടാണ്ടുള്ള പരിപാടിയില്ല. അപ്പോൾ പിന്നെ ബിരിയാണിയൊക്കെ ഭാവനെ തന്നെയാണ് ഏൽപ്പിച്ചേക്കാണ്. അപ്പോൾ നമ്മൾ പുഴയിലെത്തിട്ടോ. അപ്പോൾ വെള്ളം തീരെ കുറവാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയ ഒരു കാലാവസ്ഥ നോക്കി പോയതാണ്. വെള്ളം വളരെ കുറവാണ്. ഞങ്ങൾ ചെന്നോട്ടനെ തന്നെ ആദ്യം ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി, കാരണം ഉച്ച ടൈം ആയി ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വെള്ളത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ ചെമ്പ് പൊട്ടിച്ചിന് തിരക്കിലാണ്. യാസറുണ്ട്, അനീസുണ്ട്, കുട്ടികളൊക്കെ റെഡി ഇങ്ങനെ ഭക്ഷണത്തെ കാത്തിക്കാണ്. ഷാനു ബീഫ് ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഷാനുവിന് ചെമ്പ് പൊട്ടിച്ചിന് ക്ഷമല്ല. അപ്പോൾ ഓന് ആദ്യം തന്നെ ഓന് ഉപ്പുണ്ടോ പുളി ഉണ്ടോയെന്നൊക്കെ ഷാനു ആദ്യം നോക്കണത്. എല്ലാവരുടെ കയ്യിലുണ്ട് ഓരോ പീസ് കേട്ടോ. യാസറിൻ്റെ അടുത്ത് ചിക്കൻ പീസുണ്ട്, അനീസിൻ്റെ അടുത്ത് ബീഫുണ്ട്, ബാവൻ്റെ അടുത്തുണ്ട് ഒരു ബീഫും പീസ്. ഞാൻ പിന്നെ എല്ലാം നോക്കി വെള്ളം ഇറക്കി കുത്തിരിക്കുകയാണ്. ഓലിട്ട് തരുന്നുമില്ല. ഏതായാലും ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് ചോറ് മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ഇസുവിന് വെള്ളത്തേക്ക് ഇറങ്ങായിട്ട് ഇങ്ങനെ പൊറുതി മുട്ടിക്കുകയാണ്. ഏതായാലും കെട്ടിൻ്റെ താഴെയായിട്ടാട്ടത്. കെട്ടിന് കുറച്ച് മേലെ പോകണം, അവിടെ കുറച്ച് വെള്ളം കൂടുതലുണ്ട് കെട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ കുട്ടികൾക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തത് ഞങ്ങൾ കുറച്ച് താഴത്തേക്ക് തണുപ്പാട്ടോ. വെള്ളം കുറച്ച് വെള്ളമുള്ളെങ്കിലും വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. വെള്ളത്തേക്ക് ഇറങ്ങി. ഇത് നമ്മളെ കൈ വീണാണ്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്റ്റർ കഴിയുമ്പോൾ പ്ലാസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് മുക്കാനും പറ്റില്ല. അങ്ങനെ മിതമോളെ ഇറക്കി. ഏകദേശം ഞങ്ങൾ കുളി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം മേലെ കെട്ടുങ്ങ പോയി, ആണുങ്ങളൊക്കെ മാത്രം പോയി കുറച്ച് ചാടിയൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പോരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് പോന്നു. ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേന് ഞങ്ങൾ തിരിച്ച് പോന്നു. കുട്ടികളൊക്കെ ക്ഷീണിച്ചിരുന്നു, വെള്ളത്തിൽ കളിച്ചിട്ടും കുഴങ്ങി ഒക്കെ ക്ഷീണിച്ചിരുന്നു കുട്ടികളൊക്കെ. അങ്ങനെ പോരുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടൂർ ടൗൺ സ്ക്വയറിലൊന്ന് കയറി, ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടൊന്ന് വെറുതെ കുട്ടികളെയൊക്കെ കൊണ്ട് അവിടെ കയറി കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് പോയ രസങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നാണ്ട് അന്ന് വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ആൾക്കാർ പാർസലും വാങ്ങി വീട്ടിലേക്കും പോയി. കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് കഴിച്ചും ചെയ്ത് അങ്ങനെ പോന്നു. പിന്നെ ബാവൻ്റെ വണ്ടിയും കൊണ്ടാണ് പോന്നിരുന്നത്. അപ്പോൾ ബാവൻ്റെ വീട്ടിൽ കുട്ടികളെ കൊണ്ട് ഇറക്കി കാറും കൊണ്ട് പിന്നെ ഞങ്ങൾ പോന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഒരു ഞായറാഴ്ചത്തെ ഒഴിവ് ഞങ്ങൾ രസകരമാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കുട്ടികളെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്ത് പോകുന്നത് രസമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ